ഈ പുകയിലയുടെ എല്ലാ രീതിയിലുള്ള ഉപയോഗവും ക്യാൻസറിന് ഇടയാക്കുന്നു. ഇപ്പോൾ വായില് ചവയ്ക്കുന്ന പുകയിലയാണ് നമ്മൾ വെറ്റില മുറുക്കിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, പുക വലിക്കുന്നതും അതും വായിലെ ക്യാൻസറിന് കാരണമാകുന്നു. ശരിക്കും പറഞ്ഞാൽ പുകവലി ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ക്യാൻസർ വരുന്നതിന് കാരണമാകും. വായിലെ ക്യാൻസർ വരാം, ശ്വാസകോശങ്ങളിൽ ക്യാൻസർ വരാം. നമുക്ക് അറിയാം, ശ്വാസകോശ ക്യാൻസറിന് ഒരു പ്രധാന കാരണം പുകവലി തന്നെയാണ്. ബ്ലാഡർ ക്യാൻസർ വരാം, അതുപോലെ തന്നെ ഇൻഡസ്റ്റൈൻ കോളൻ ക്യാൻസർ വരാം, പാൻക്രിയാസിൽ വരെ ക്യാൻസർ വരാം. അപ്പോൾ പുകവലി ശരീരത്തിന്റെ ഏത് ഭാഗത്തും ക്യാൻസർ ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണമാണ്. അതോടൊപ്പം തന്നെ മദ്യം വായിലൊരു എരിച്ചിലുണ്ടാക്കുന്നു. അത് മാത്രമല്ല, ഒരു സോൾവെന്റായി ആക്ട് ചെയ്യുന്നു. ക്യാൻസറിന് കാരണമായ പദാർത്ഥങ്ങൾ, കാർസിനോജൻസ് കൂടുതൽ എളുപ്പത്തിൽ വായിലെ ശ്ലേഷ്മാവരണത്തിൽ അതിന് എഫക്റ്റ് ഉണ്ടാകുന്നതിനും പെട്ടെന്ന് ക്യാൻസർ വരുന്നതിനും കൂടുതൽ എളുപ്പം ക്യാൻസർ വരുന്നതിനും മദ്യപാനവും കൂടെ സഹായകരമാണ്. അപ്പോൾ മദ്യപാനവും പുകവലിയും ഉണ്ടെങ്കിൽ ക്യാൻസർ വരുന്നുള്ള സാധ്യത 10 മടങ്ങ് കൂടുതലായിരിക്കും. അപ്പൊ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ ഉപയോഗം നമ്മൾ നിയന്ത്രിക്കാതെ തടയുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും എളുപ്പ വഴി. ഇന്ന് സർക്കാർ ആശുപത്രികളിൽ, ജില്ലാ ആശുപത്രികളിൽ പുകവലി തടയുന്നതിനുള്ള ക്ലിനിക്കുകളുണ്ട്. അതിന് നമ്മളുടെ നിശ്ചയദാർഢ്യമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. പക്ഷെ അതുകൊണ്ട് കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള പ്രൊഫഷണൽ സഹായം, മരുന്നുകൾ ഉൾപ്പെടെയുള്ള സഹായം ഇന്ന് ലഭ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഉപാധികൾ സ്വീകരിക്കുന്ന വഴി നമുക്ക് ഈ ദുശ്ശീലങ്ങൾ വലിയൊരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും.